എൻ്റെ വകയുള്ള നോമ്പ് അമ്മ പൈസ എടുക്കും, ഞാൻ തുറക്കും. ഓള് ലീവ് കിട്ടി വന്നതിൻ്റെ ഇന്ന് അന്നുവിന് ലീവ് കിട്ടി നോമ്പ് തുറക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഓൾ ഇങ്ങോട്ട് എത്താൻ വൈകുന്നുണ്ട്, നമ്മൾ കോഴിക്കോട്ടേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയി. ഓളും കോഴിക്കോട്ടേക്ക് എത്തി. അവിടുന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്രാവശ്യത്തെ ആദ്യത്തെ പുറത്തുനിന്നുള്ള നോമ്പ് തുറയാണ്. നമ്മളവിടെ ബീച്ചിൻ്റെ അടുത്തുള്ള സംസം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇഫ്താറിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 6 പേർക്ക് കഴിക്കാനുള്ള ഞങ്ങളൊരു ഫാമിലി കോംബോ ആയിരുന്നു ഓർഡർ ചെയ്ത്. ഒരു 6 പേർക്കോളം കഴിക്കാൻ പറ്റും. പക്ഷേ 4 പേർക്കുള്ള കോംബോ ആയിരുന്നു. 6 പേര് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഉണ്ടായിട്ട് ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ എല്ലാം ടേബിളൊക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ സെറ്റാണ് കേട്ടോ. അവിടെ നിന്ന് നോമ്പൊക്കെ തുറന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബീച്ചിലേക്കാണ് കേട്ടോ പോന്നിട്ടുള്ളത്. ഇവിടെ കുറേ ഗെയിംസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അബിക്ക് ഈ വളയം എറിയുന്ന വേണമെന്ന് പറഞ്ഞപ്പോൾ 6 വളയം എറിയുന്ന സാധനം വാങ്ങി. പക്ഷെ ഒരെണ്ണം പോലും അവന് കറക്റ്റ് കൊള്ളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. സമാധാനായില്ലേ? പിന്നെ നേരെ വന്നത് ഉപ്പിലിട്ടത് കഴിക്കാനാണ് കേട്ടോ. പിന്നെ ബീച്ചിലറിയാലോ ഇഷ്ടം പോലെ ഉപ്പിലിട്ടത് കിട്ടുമല്ലോ. ബീച്ചിൽ ചെന്നാൽ ഉപ്പിലിട്ടതിൽ വാങ്ങാതെ തിരിച്ച് പോന്നാൽ ബീച്ചിൽ പോയൊരു മുഴുവനാവില്ല. അവിടുന്ന് നേരെ ഉപ്പിലിട്ടതും പിന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണിയും അതൊക്കെ വാങ്ങിക്കഴിച്ച് എന്തൊക്കെ ഓർമ്മയാണ്? 8 എന്നൊക്കെ ഓർമ്മ കാണാം കേട്ടോ. ഇങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടുന്നത് ചിന്തല്ലേ ഇത് കേടാക്കട്ടെ. കേടാക്കിയപ്പോ ഇത് കേടാക്കല്ലേ. വേണ്ടേ പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്ക്. എനിക്ക് ഇമ്മനി വാങ്ങി തന്നാ അതിങ്ങനല്ല. കുറച്ച് നേരമൊക്കെ അവിടെ അവിടുന്ന് വാങ്ങിയ വണ്ടിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ?